സുഹൃത്തുക്കളെ, പി വി അൻവർ വിവാദം സർക്കാരിനുള്ളിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും പുകഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അൻവറിൻ്റെ ലക്ഷ്യമെന്ത്? അൻവർ ഒരല്പം അടങ്ങി എന്ന് തോന്നിയിരുന്നു എങ്കിൽ പോലും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ട ശേഷം അൻവർ നടത്തിയ പ്രതികരണം ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ്. അതായത് അൻവർ തൻ്റെ വിവാദം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്താണ് അൻവർ ലക്ഷ്യമിടുന്നത് എന്നതാണ് ഗൗരവമേറിയ ചോദ്യം. അൻവറിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തന്നെയാണോ എന്ന ചോദ്യം കൂടി ബാക്കിയാകുകയാണ്. അതിൽ അങ്ങനെ ഒരു സംശയം ഉയരാൻ കാരണം ഫലത്തിൽ പിണറായി വിജയനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ P ശശിക്കെതിരെ പറയുന്നു. പിണറായിയുടെ ഒരു പരിധിവരെ വിശ്വസ്തനായി പിണറായി അറിയാതെ P ശശിയെ ആ പദവിയിലേക്ക് കൊണ്ടുവരില്ലല്ലോ. അങ്ങനെ ഒരു P ശശിയെ ചൂണ്ടിക്കാട്ടുമ്പോൾ ഫലത്തിൽ ആകെ മൊത്തം പുറത്തു വരുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച തന്നെയാണ്. PV അൻവർ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമേറിയ പരാമർശങ്ങളിലൊന്ന് അത് ഈ ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം എന്നത് തന്നെയാണ്. അതായത് ആഭ്യന്തര വകുപ്പ് ആകെ മൊത്തം പോലീസ് കൃത്യമായി ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ, P ശശി ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കഴിവുകേട് കൂടി ഒരു പരിധിവരെ കൃത്യമായി പറയുകയില്ല. മാത്രവുമല്ല, സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് നൂറുകണക്കിന് സഖാക്കളുടെ വികാരമാണോ താങ്കൾ ഈ പ്രകടിപ്പിക്കുന്നതെന്ന ചോദ്യത്തിന് നൂറുകണക്കിനല്ല, ലക്ഷക്കണക്കിന് വികാരമാണ്, സഖാക്കളുടെ വികാരമാണ് തൻ്റെ വാക്കുകളിലുള്ളത് എന്നുകൂടി PV അൻവർ പറയുന്നു എന്നുള്ളതാണ്. അവിടെ PV അൻവർ തൊടുത്തുവിട്ട അമ്പുകളെല്ലാം ഒരു പരിധിവരെ അവസാനിക്കുന്നത് അത് അറിഞ്ഞോ അറിയാതെയോ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ് എന്നതുകൂടി എടുത്തു പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഈ പലതരം പ്രതികരണങ്ങൾ എടുത്തു പറയുമ്പോൾ, ബഷീർ എന്ന കരിപ്പൂരിലെ, അതായത് മലപ്പുറം കരിപ്പൂർ എയർപോർട്ടിന് സമീപത്തുള്ള പൊതുപ്രവർത്തകൻ, അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഗൗരവമേറിയ കുറേ വിഷയങ്ങളുണ്ട്. അത് സുജിത് ദാസിൻ്റെ കള്ളക്കടത്തും ബന്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. എയർപോർട്ട് പരിധിയിൽ നിന്ന് തന്നെ സ്വർണം പിടിക്കുകയും ആ സ്വർണം പൂർണ്ണ തോതിലല്ലാതെ ഉണ്ണി എന്ന ഒരു തട്ടാൻ വഴി ഉരുക്കി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഏതാണ്ട് ഓരോ തവണ പിടിക്കുന്നതിൽ നിന്നും 1/4 കിലോയോളം സ്വർണം അപ്രത്യക്ഷമാകുന്നു എന്നാണ് ഉണ്ണി ചൂണ്ടിക്കാട്ടുന്നത്. ഇത് വലിയൊരു തട്ടിപ്പാണ് എന്ന് പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന നേരത്തെ കൊണ്ടോട്ടി DYSP SHO ആയിരുന്ന ഒരാളെ വീണ്ടും അദ്ദേഹത്തെ പത്തനംതിട്ടയിലേക്ക് പോയ ശേഷം അദ്ദേഹത്തെ കൊണ്ടോട്ടി DYSP ആക്കി വീണ്ടും വെച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളും ബഷീർ ഉയർത്തുകയാണ്. എന്തായാലും ബഷീർ പറയുന്നതിൽ ഒരു ഗൗരവമേറിയ ഒരു കാര്യമുള്ളത്, താൻ മാസങ്ങൾക്ക് മുന്നേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ADGP MR അജിത് കുമാറിൻ്റെ പങ്കിനെ കുറിച്ചോ ഒന്നും അറിയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ബഷീർ ചൂണ്ടിക്കാട്ടുന്നത് താൻ മുന്നേ തന്നെ ഈ പരാതി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതായത് അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം, SP സുജിത് ദാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ബഷീറും സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷേ MR അജിത് കുമാറിനെ കുറിച്ച് തനിക്കറിയില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഈ സംഭവത്തിൽ ആകെ മൊത്തം പരിശോധിക്കുമ്പോൾ എല്ലാം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ്, അറിഞ്ഞോ അറിയാതെയോ, ആ വകുപ്പിൻ്റെ പരാജയം എന്നുകൂടിയാണ്. ഇപ്പോൾ തന്നെ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ പല ഇടത് സഖാക്കളുടെയും സൈബർ ഇടത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് MR അജിത് കുമാറിൻ്റെ പങ്ക് മാത്രമാണ്. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, MR അജിത് കുമാർ RSS മേധാവിയുമായി കണ്ടത്, RSS മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. അങ്ങനെ മുഖ്യമന്ത്രിയിലേക്ക് പ്രതിപക്ഷം കണക്ട് ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ താൽപര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇടത് ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിലെ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൂരം അലങ്കോലമാകുമ്പോൾ, രാത്രി അലങ്കോലമാകുമ്പോൾ മുഴുവൻ പൂരവുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ഏതാണ്ട് ഒടുക്കം വരെ എല്ലാ വിഷയത്തിലും പ്രതികരിച്ചിരുന്ന CPI-കാരനായ മന്ത്രി, റവന്യൂ മന്ത്രി, ജില്ലാ കളക്ടറിനെ അടക്കം ഭരിക്കാൻ കഴിവുള്ള റവന്യൂ മന്ത്രി K. രാജൻ ആ രാത്രി എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമാണ്. സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തിയൊക്കെയാണ് ഗുരുതര കുറ്റമായി VS സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുക. പക്ഷേ K. രാജൻ
അപ്രത്യക്ഷനായിരുന്നു എന്നുള്ളതാണ്. അതായത് മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിധിവരെ റവന്യൂ വകുപ്പ് അത്രത്തോളം പവർഫുള്ളാണ്. ഇപ്പോൾ പോലീസ് മോശമായി ഇടപെട്ടെങ്കിൽ ജില്ലാ കളക്ടർക്ക്, ജില്ലാ മജിസ്ട്രേറ്റ് ആരാണ്? ജില്ലാ കളക്ടറാണ്. അവർക്ക് വന്ന് അവിടെ ക്രമസമാധാനത്തിൽ അതിശക്തമായി ഇടപെടാനും ഒക്കെ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇനി മന്ത്രി തന്നെയുണ്ട്, റവന്യൂ വകുപ്പിനെ ഭരിക്കുന്ന മന്ത്രി തന്നെ അവിടെയുണ്ട്. അദ്ദേഹവും അവിടെ അപ്രത്യക്ഷനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൽ മറ്റെന്തൊക്കെയോ ദുരൂഹതയുണ്ട്. തീർച്ചയായും VS സുനിൽകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പരാജയത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി ദുഃഖങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തൻ്റെ തെരഞ്ഞെടുപ്പ് കരിയറിലെ ഏറ്റവും കടുത്ത തോൽവിയാണ് തൃശ്ശൂരിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് CPI തുടർച്ചയായി വിജയിക്കുന്ന, പല ഘട്ടങ്ങളിലും വിജയിച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. CPIക്ക് നിരവധി പല MLA, ഇപ്പോൾ ഒല്ലൂർ K രാജനെ പോലെയുള്ള പല MLA മാരും ഈ മണ്ഡലത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. അവിടെയാണ് സുനിൽകുമാർ തോൽക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തിപരമായ വേദനകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ നമ്മൾ എടുത്തു കാണേണ്ടത് MR അജിത് കുമാറിലേക്ക് PV അൻവർ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരം കലക്കിയതിൽ ഈ രാത്രി, അതായത് ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ 24/7 പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ MR അജിത് കുമാർ ഇടപെട്ടു എങ്കിൽ, പൂരം കലക്കിയെങ്കിൽ അവിടെ ദൃക്സാക്ഷിയാണ് പോലീസിൻ്റെ ഇടപെടലിൽ സുനിൽകുമാർ സ്വാഭാവികമായും മന്ത്രി K രാജനെ വിളിച്ചിട്ടുണ്ടാകും. ഇനി അതല്ല, രാജൻ അവിടെയുണ്ട്, രാജനെ വിളിച്ചിട്ട് കിട്ടാത്തതല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇത്രയധികം തെരഞ്ഞെടുപ്പ് ക്രൂഷ്യലായി നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ടാകും ഒരു പരിധിവരെ, മുഖ്യമന്ത്രിയെ അടക്കം. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസാണല്ലോ ഇക്കാര്യത്തിൽ പല കാര്യത്തിലും തീരുമാനം എടുക്കുന്നത്. അവിടെ തീർച്ചയായും അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള പങ്ക് നമുക്ക് മാറ്റാൻ കഴിയുമോ? പിന്നെ ഈ പല വിഷയങ്ങളിലും, ഇപ്പോൾ ശിവശങ്കരൻ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശിവശങ്കരൻ, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ഈ കുറ്റങ്ങളെല്ലാം ഫലത്തിൽ സ്വപ്ന സുരേഷുമായി ചേർന്ന് പല കാര്യത്തിലും ഇടപെടുമ്പോൾ അതും മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടേ? ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയൊക്കെ പാർട്ടിയാണ് നിയോഗിക്കുന്നത്. P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുരൂഹമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് പ്രതീക്ഷിക്കേണ്ടേ? ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന് അതീതമല്ല എന്ന് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സർക്കാരിൻ്റെ തന്നെ ഭരണ പരാജയങ്ങളെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൻ്റെ പരാജയത്തെ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് PV അൻവർ ചെയ്തത് എന്നുള്ളത് തീർത്ത് പറയേണ്ടി വരും. അതിൽ സാധാരണ മുഖ്യമന്ത്രി എല്ലാം അറിയിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ എത്തിയ ശേഷം പാർട്ടി സെക്രട്ടറി കൂടെ പോയി കണ്ട് അൻവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ അൻവറിൻ്റെ ലക്ഷ്യങ്ങൾ കേവലം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ ഒതുങ്ങുന്നതാണോ അതോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി ലക്ഷ്യം വെച്ചുള്ളതാണോ എന്ന ചോദ്യം ബാക്കിയാണ്. തീർച്ചയായും കേവലം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അൻവറിൻ്റെ ലക്ഷ്യം അത് പിണറായി വിജയനാണെങ്കിൽ അത് അത്ഭുതപ്പെടാനില്ല. എന്തായാലും ഇടത് രാഷ്ട്രീയത്തിൽ അതിശക്തമായ നീക്കങ്ങളാണ് നടക്കുന്നത്. എന്താണ് സംഭവിക്കുക എന്നിനി കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. നന്ദി.